BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ടാക്സ് വാർഷിക സംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ ട്രാവൽ ടൂറിസം മേഖലയിലെ പ്രമുഖ സംഘടനയായ ട്രാവൽ ആൻഡ് ടൂർസ് ഏജന്റ്സ് സർവൈവൽ കേരളയുടെ വാർഷിക സംഗമമായ സിനർജി എറണാകുളം താജ് വിവാന്തയിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ട്രാവൽ വ്യവസായത്തിൽ ആഗോളതലത്തിൽ മാറ്റം കൊണ്ടുവന്ന അക്ബർ ഗ്രൂപ്പ് സ്ഥാപകനും സിഎംഡിയുമായ KV അബ്ദുൽ നാസറിനെ ടാസ്ക് ലൈഫ് ടൈം ട്രാവൽ എക്സലൻസ് അവാർഡ് നൽകി മന്ത്രി പി രാജീവ് ആദരിച്ചു. സംസ്ഥാനമൊട്ടാകെയുള്ള ട്രാവൽ പ്രൊഫഷണലുകൾ, വ്യവസായ പ്രമുഖർ, വ്യോമയാന മേഖലയിലെ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ടൂറിസം രംഗത്തെ പുതിയ പ്രവണതകളും വെല്ലുവിളികളും ചർച്ച ചെയ്യുന്ന ആശയവിനിമയ സെഷനുകൾ, പങ്കാളിത്ത സ്ഥാപനങ്ങളുടെ പ്രസന്റേഷനുകൾ, സ്റ്റാളുകൾ, നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി ഒരുക്കി. ടാസ്ക് പ്രസിഡന്റ് രാജേഷ് ചന്ദ്രൻ M അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ജുബൈർ CK, സിനർജി 2025 പ്രോഗ്രാം കൺവീനർ അബ്ബാസ് PK എന്നിവർ സംസാരിച്ചു. ആന്തൂരിൽ 2 വാർഡുകളിൽ UDF പത്രികകൾ തള്ളി, ഒരാൾ പിൻവലിച്ചു. കണ്ണൂരിൽ 14 LDFന് ജയം. ആന്തൂർ നഗരസഭയിൽ 3 കൂടി ഇടതിന് എതിരില്ല. തളിയിൽ, കൊടല്ലൂർ വാർഡുകളിലെ UDF പത്രിക തള്ളി. ഈ 2 വാർഡുകളിൽ ഇടതിന് എതിരില്ല. ഇതോടെ ഈ 2 വാർഡുകളിലെയും LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചു. മറ്റൊരു വാർഡായ 5ാം പീടികയിൽ UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചതോടെ ഇവിടെയും LDFന് എതിരില്ല. ഇതോടെ ഇവിടെ ഇതുവരെ 5 വാർഡുകളിൽ LDF എതിരില്ലാതെ ജയം സ്വന്തമാക്കി. കോൾമുട്ട, തളിവയൽ, 5ാം പീടിക വാർഡുകളിൽ UDF പത്രിക അംഗീകരിച്ചു. UDF സ്ഥാനാർത്ഥി ലിവ്യ പത്രിക പിൻവലിച്ചു. നേരത്തെ തന്നെ മൊറാഴ, പൊടിക്കുണ്ട് വാർഡുകളിൽ CPMന് എതിരില്ലായിരുന്നു. കൊടല്ലൂർ വാർഡ് LDF സ്ഥാനാർത്ഥി E രജിത, തളിയിൽ KV പ്രേമരാജൻ എന്നിവരാണ് എതിരില്ലാത്തവർ. നിലവിൽ കണ്ണൂരിലാകെ 14 LDFന് എതിരില്ല. കണ്ണപുരം പഞ്ചായത്തിലെ 1, 8 വാർഡുകളിലെ UDF BJP പത്രികകൾ തള്ളി. പുനർസൂക്ഷ്മ പരിശോധനയിലാണ് പത്രികകൾ തള്ളിയത്. ഇതോടെ കണ്ണപുരത്ത് 6 വാർഡുകളിൽ LDFന് എതിരില്ല. കണ്ണൂരിൽ LDFന് ആകെ എതിരില്ലാത്തത് 14. കണ്ണപുരം പഞ്ചായത്ത് 6, ആന്തൂർ നഗരസഭ 5, മലപ്പട്ടം 3. ഭീകരവാദത്തിനുള്ള ധനസഹായം തടയുന്നതിനായി ഇന്ത്യ-ഇറ്റലി സംയുക്ത നീക്കം പ്രഖ്യാപിച്ച് മോദിയും മെലോനിയും. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ ദക്ഷിണാഫ്രിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് ഇരു നേതാക്കളും പ്രതികരിച്ചു. ഭീകരവാദത്തിനുള്ള ധനസഹായം തടയുന്നതിനുള്ള ഇന്ത്യ-ഇറ്റലി സംയുക്ത സംരംഭം ഇരു നേതാക്കളും അംഗീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ കരുത്താർജിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോഹന്നാസ്ബർഗിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുന്നതോടെ ഇന്ത്യക്കാർക്കും ഇറ്റലിക്കാർക്കും ഒരുപോലെ പ്രയോജനമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരവാദത്തിനുള്ള ധനസഹായം എന്ത് വില കൊടുത്തും തടയേണ്ടതുണ്ട്. അതിനായി ഇന്ത്യയും ഇറ്റലിയും ഒരുമിച്ച് പ്രവർത്തിക്കും. ഇത് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇന്ത്യയുടെയും ഇറ്റലിയുടെയും ശ്രമങ്ങൾ ഭീകരവാദത്തിനെതിരായ മാനവരാശിയുടെ ആകെ പോരാട്ടത്തിന് കരുത്ത് പകരുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട അതിർത്തികളിൽ ഒരു രാജ്യവും ബലപ്രയോഗമോ ഭീഷണിയോ ഉപയോഗിക്കരുതെന്ന് G20 ഉച്ചകോടിയിൽ രാഷ്ട്രങ്ങൾ സംയുക്തമായി പ്രഖ്യാപിച്ചിരുന്നു. ഭീകരതയ്ക്കെതിരെ ഏതറ്റം വരെയും പോരാടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പറഞ്ഞിരുന്നു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് മഴ തുടരും. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. തെക്കൻ ആൻഡമാൻ കടലിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം കേരളത്തിന് പുറമെ തെക്കൻ തമിഴ്നാട്ടിലും കനത്ത മഴ തുടരുകയാണ്. തെങ്കാശി, തിരുനെൽവേലി, തൂത്തുക്കുടി, കന്യാകുമാരി ജില്ലകളിൽ 24 മണിക്കൂർ കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ 2 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. തെങ്കാശി, തിരുനെൽവേലി ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചത്. ആര് ശ്രദ്ധിക്കുന്നു? ഒരു കാര്യവുമില്ല. G20 ഉച്ചകോടിയിലെ ട്രംപിന്റെ
അസാന്നിധ്യത്തെ പരിഹസിച്ച് ബ്രസീൽ പ്രസിഡന്റ് ലുല. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരിഹസിച്ച് ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡാ സിൽവ. ട്രംപിന്റെ അസാന്നിധ്യം ഈ ഫോറത്തെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി തോന്നുന്നില്ലെന്ന് ലുല G20 ഉച്ചകോടിയിൽ പറഞ്ഞു. ട്രംപിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കും അധീശത്വത്തിനുമെതിരെ ബഹുരാഷ്ട്രവാദം വിജയിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു. ഏകരാഷ്ട്രവാദം ശക്തിയായി പ്രചരിപ്പിക്കുവാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. എന്നാൽ ബഹുരാഷ്ട്രവാദം തന്നെ വിജയിക്കും എന്നാണ് താൻ കരുതുന്നത് എന്നും ലുല പറഞ്ഞു. ട്രംപിന്റെ അസാന്നിധ്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്ന വേളയിലായിരുന്നു അതൊന്നും ആരും കാര്യമാക്കുന്നില്ലെന്ന ലുലയുടെ പരിഹാസം. കരീബിയനിലെ US സൈനിക പ്രവർത്തനങ്ങളും സൈനിക സാന്നിധ്യത്തിലും ലുല G20 ഉച്ചകോടിയിൽ ആശങ്ക പ്രകടിപ്പിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം പോലുള്ള തെറ്റുകൾ ലോകത്തെ ഇനി ആവർത്തിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. രാഹുൽ മാങ്കൂട്ടത്തിലിൽ നിന്നും നന്മ പ്രതീക്ഷിക്കേണ്ട, കാഞ്ഞിരക്കുരുവിൽ നിന്നും മധുരം കിട്ടില്ല MV ജയരാജൻ. രാഹുൽ മാങ്കൂട്ടത്തിലിൽ നിന്നും നന്മ പ്രതീക്ഷിക്കേണ്ടത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. കാഞ്ഞിരക്കുരുവിൽ നിന്നും മധുരം കിട്ടില്ല. രാഹുലിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറക്കിയാൽ കുറ്റിച്ചോലുകൊണ്ട് ജനം മറുപടി നൽകും. കോൺഗ്രസ് ഒരാളെ പുറത്താക്കിയാൽ അകത്താക്കി എന്നാണ് അർത്ഥം. ആളുകളെ കായികപരമായി നേരിടലല്ല പ്രതിഷേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനമനസ്സിൽ പ്രതിഷേധം കൊടുങ്കാറ്റ് പോലെ ഉണ്ടാകുമെന്നും MV ജയരാജൻ വ്യക്തമാക്കി. സ്ത്രീ പീഡകന്മാരെ സമൂഹമാകെ ഒറ്റപ്പെടുത്തുകയാണ്. പാലത്തായി സംഭവത്തിലെ ഉത്തരവാദിയായ അധ്യാപകനെതിരെ മാതൃകാപരമായ ശിക്ഷയാണ് കോടതിയിൽ നിന്നും ഉണ്ടായത്. കേസ് തേച്ചു മായ്ച്ചു കളയുവാനുള്ള പരിശ്രമം BJP ഉന്നത തലങ്ങളിൽ നടത്തിയിരുന്നു. അന്വേഷണ സംഘം തെളിവുകൾ കണ്ടെത്തി ശിക്ഷ നൽകി. സ്ത്രീ പീഡകന്മാർ ആരായാലും സ്ത്രീ പീഡകന്മാരാണ്. വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാടുകൾ മാത്രമാണ് CPIMനുള്ളത്. ഈ പ്രശ്നത്തിലും CPIM സ്വീകരിച്ചത് ശരിയായ നിലപാടാണ്. പീഡനത്തിന് വർഗീയതയില്ല. പീഡകന്മാരെ വർഗീയപരമായി വേർതിരിക്കുവാനും കഴിയില്ല. ഹരീന്ദ്രൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എല്ലാ വർഗത്തിലും പെട്ട പീഡകന്മാരെ ഒറ്റപ്പെടുത്തണം എന്നതാണ്. അത് മാധ്യമങ്ങൾ വക്രീകരിക്കുകയാണ്. CPIM സംഘപരിവാറിന്റെ വക്താക്കൾ എന്ന പ്രചാരവേലയിൽ അർത്ഥമില്ല. അതിലൊരു വസ്തുതയുമില്ല. CPIMോ ഇടതുപക്ഷമോ സംഘപരിവാറിന്റെ വക്താക്കൾ അല്ല. അവരുടെ രാഷ്ട്രീയത്തിനോട് യോജിപ്പുമില്ലെന്നും MV ജയരാജൻ വ്യക്തമാക്കി. പാലക്കാട് കോൺഗ്രസിന് തിരിച്ചടി. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ 2 സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ കോൺഗ്രസിന് തിരിച്ചടി. 2 സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. 12ാം വാർഡായ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ TK സുജിത, 15ാം വാർഡായ വടക്കുമുറിയിൽ ദീപ ഗിരീഷ് എന്നിവരുടെ നാമനിർദ്ദേശ പത്രികകളാണ് തള്ളിയത്. പഞ്ചായത്തിൽ തൊഴിലുറപ്പ് കരാറിൽ ഒപ്പുവച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പത്രിക തള്ളിയത്. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് പെരിങ്ങോട്ടുകുറിശ്ശി. നിലവിലെ ഭരണസമിതിയിൽ UDFന് 11ഉം CPIMന് 5 അംഗങ്ങളുമാണ് ഉള്ളത്. ഇത്തവണ 2 വാർഡുകൾ അധികമായി ചേർക്കുകയായിരുന്നു. ഇതോടെയാണ് ആകെ 18 വാർഡുകളായത്. പാലക്കാട് ജില്ലയിൽ I ഗ്രൂപ്പിന്റെ മുഖമായിരുന്നു AV ഗോപിനാഥ്. 2009 മുതൽ കോൺഗ്രസുമായി അകലം പാലിച്ച ഗോപിനാഥ് 2021 തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെയാണ് നേതൃത്വവുമായി ഇടഞ്ഞത്. പെരിങ്ങോട്ടുകുറിശ്ശി ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ കോൺഗ്രസ് വിട്ട AV ഗോപിനാഥ് രൂപീകരിച്ച സ്വതന്ത്ര ജനാധിപത്യ മുന്നണിയും CPIMും തമ്മിൽ തിരഞ്ഞെടുപ്പ് ധാരണയുണ്ട്. IDF 11 സീറ്റിലും CPIM 7 മത്സരിക്കും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.